അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലേഹ്യം ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായതുകൊണ്ട് വീണ്ടും കാണിക്കുകയാണ്. ഇത് നമുക്ക് എത്ര കണ്ടാലും മതി വരത്തില്ല. കാരണം മരുന്നുകളെക്കുറിച്ച് അറിയാനായിട്ട് കുറേ മരുന്നുകളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആയുർവേദ മരുന്നുകൾ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റാത്ത ഒത്തിരി മരുന്നുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ചിലർ പറയും നമ്മൾ 64 കൂട്ടം എന്ന് പറയുമ്പോൾ അത്രയൊന്നും കാണത്തില്ല. സത്യമാണ്, പ്രസവ മരുന്നുകൾക്കകത്ത് 30-32 മരുന്നുകളെ കാണത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഈ മരുന്ന് കൂട്ടിനകത്ത് 64 എണ്ണിപ്പെറുക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ പാരമ്പര്യമായിട്ട് കിട്ടിയ അറിവാണ്, അല്ലാതെ വെറുതെ ഇങ്ങനെ ചുമ്മാ പറയുന്നതല്ല. ഇതൊരുപാട് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയും കൂടിയാണ്. അപ്പോൾ നമ്മളിതാ ഒരു കട്ടൻ ചായയിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ പതിവ് ഞാനൊരു കട്ടൻ ചായയൊക്കെ ഇട്ട്, ഉമ്മ വന്നിട്ടില്ല, ഞാൻ വെളുപ്പിന് എഴുന്നേറ്റിട്ടുണ്ട്. ഉണർന്ന ഉടൻ തന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. കാരണം നമുക്ക് രാവിലെ നിന്നെങ്കിൽ മാത്രമേ വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ജോലി തീരത്തുള്ളൂ. വെളുത്തുള്ളിയൊക്കെ കുറേശ്ശെ അരച്ച് ഒന്ന് മാറ്റുകയാണ്. വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്താ പറയുന്ന വയറിലെ പല ബുദ്ധിമുട്ടുകളില്ലേ, ഗ്യാസിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം തന്നെയാണ് നമ്മുടെ വെളുത്തുള്ളി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ജാതിക്ക, ജാതിപത്രി, മാതളനാരകത്തോട്, പാൽക്കായം ഇതെല്ലാം ചേർക്കുന്നത് തന്നെ നമ്മുടെ ദഹന സംബന്ധമായ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ നമ്മൾ പൊടിയെല്ലാം പൊടിച്ചു കൊണ്ടുവന്നാലും അത് ഇതുപോലെ ഇടഞ്ഞ് ഒന്നെടുക്കും. കാരണം അതിൻ്റെ അകത്ത് ഈ മില്ലിൽ നമ്മൾ പൊടിപ്പിക്കുന്നതല്ലേ, നമ്മൾ ഇത്രയും നൈസായിട്ട് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നെറ്റൊക്കെ നമ്മൾ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും നൈസായിട്ട് നമുക്ക് കിട്ടുന്നത്. സാധാരണ പിന്നെ മരുന്ന് പൊടിച്ചെടുത്താൽ ഇത്രയും നൈസായിട്ട് പൊടി കിട്ടത്തില്ല. കമ്പും കൊള്ളിയും പോലെ തരിയായിട്ടാണ് സാധാരണ നമ്മൾ ലേഹ്യം കഴിക്കുന്നത്. പക്ഷേ ഇത് നല്ല ഭസ്മം പോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ ഇടഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ അരിച്ചെടുക്കുക, തരിച്ചെടുക്കുക എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഇടഞ്ഞ് വീണ്ടും ഒരു ചാക്കിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട്, അതിനകത്ത് ആ ചാക്കെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ചാക്ക് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. അതിനകത്ത് വേറെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ പ്ലെയിൻ കവർ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം എടുത്താണ് അതിലേക്ക് ഇടുന്നത്. പിന്നെ നമുക്ക് തലേ ദിവസം തന്നെ നമ്മൾ കരിപ്പട്ടിയെല്ലാം തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. കോലരക്ക് തിളപ്പിച്ച് കിഴികെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേണ്ട, കോലരക്കിൻ്റെ വെള്ളം കണ്ടോ, ഓരോ പ്രാവശ്യവും കിട്ടുന്ന കോലരക്കിന് പല കളറുകളാണ് കണ്ടോ. ചില സമയത്ത് നല്ല ബ്ലഡിൻ്റെ കളർ തന്നെ കിട്ടും. ഇപ്പോഴും നല്ല ഡാർക്ക് കളറാണ് കണ്ടോ. അപ്പോൾ ഈ കോലരൊക്കെ കിഴി കെട്ടുന്ന സമയത്ത് ഞാനിത് എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ കളറിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കിഴികെട്ടി തിളപ്പിച്ചു നമ്മൾ അരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒന്നുകൂടെ കണ്ടോ, അതിൻ്റെ ആ കളറ് കണ്ടോ. ഇത് നമ്മുടെ രക്തം ശുദ്ധിയാവാൻ, നമ്മുടെ ബ്ലഡിൻ്റെ അളവ്, HP അളവ് കൂട്ടാൻ സഹായിക്കുന്നതാണ് നമ്മുടെ കോലരക്ക്. സൗന്ദര്യവർദ്ധക സാധനവും കൂടിയാണ്. അപ്പോൾ കരിപ്പട്ടി ഒരു ട്രിപ്പ് ഞാനിന്ന് മുകളിൽ നിന്ന് അഴുക്കൊക്കെ വെട്ടി മാറ്റിയതാണ്. ഇനി ഒന്നും കൂടി അതെല്ലാം ബാക്കിയും കൂടെ വെട്ടി മാറ്റി അരിച്ച് 2-3 ട്രിപ്പ് അരിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുകൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന കൂട്ടല്ലാതെ നമുക്ക് പിന്നെ ഇടിച്ച് എടുത്ത എന്താ പറയുന്ന വെട്ടുമരുന്നുകളുണ്ട്, ശതാവേലിയുണ്ട്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് നമ്മൾ ലേഹ്യത്തിൻ്റെ ഉരുളിയിലേക്ക് ഇതൊഴിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു 3 മണിക്കൂറെങ്കിലും എടുത്തിട്ടാണ് ഈ ഇത്രയും സാധനങ്ങൾ ഇടഞ്ഞെടുത്ത് ഇത് മുഴുവനും ഇതിൻ്റെ അകത്ത് കലക്കി റെഡിയാക്കി കട്ട കെട്ടാതെ കലക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉരുളിയിലേക്ക് വെച്ചിട്ട് അത് കറക്റ്റിന് തീ നല്ല പാകത്തിന് ഇതിൻ്റെ അടിക്ക് തീ കൊടുക്കുന്നതിൽ പോലും ശരിക്കും അതിന് അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു അളവിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു കൃത്യതയുടെ പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ അത് പോയി. അത്രയും സാധനം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പടച്ചവൻ ബിസ്മിയും ചൊല്ലി തന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട, ഇനിയിപ്പോൾ അലൂമിനിയ ചരുവാണല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ അതിൻ്റെ അകത്തിട്ട് അടിയിലോട്ട് പോകുന്നില്ല. ഞാൻ ഏറ്റവും മുകളിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കലക്കി എടുക്കുകയാണ്. കാരണം നമുക്ക് സ്റ്റീലിൻ്റെ വലിയ പാത്രമൊക്കെ അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതുവരെ ഇത് കഴിച്ച് ഈ 4-5 തലമുറകളായിട്ട് കഴിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പങ്ങളും ഇന്നുവരെയും വന്നിട്ടില്ല, ഇനിയും വരത്തില്ല എന്ന് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. കാരണം അതുപോലെയാണ് ഇത് ചെയ്യുന്നത്. ഉമ വരുമ്പോഴേക്കും ഞാൻ കുറച്ചൊന്ന് തീർത്ത് വെച്ചാൽ അവൾ വന്ന് ബാക്കി പെട്ടെന്ന് ചെയ്തോളുമല്ലോ. ആരും കൊണ്ട് വിട്ട് ആണോ?
ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു മോനെ ഇച്ചിരി നേരത്തെ കൊണ്ട് വിടണേടാന്ന്. 5:30 ശരി പോയിക്കോ. ഡ്രസ്സ് അന്ന് ആ റൂമിൻ്റെ അകത്ത് പോയി മാറും. ഇനിയിപ്പോൾ ചടപടാന്ന് ജോലികൾ അങ്ങോട്ട് തീരും. കാരണം ഉമ്മ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ അതാ ഞാൻ കുറേശ്ശെ ഒന്ന് കലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ആസ്വദിച്ച് ജോലി ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടോ ഒന്നും തോന്നത്തില്ല. ഇനി എത്ര കഠിനമായ ജോലിയാണെങ്കിൽ പോലും നമ്മളത് കുറേശ്ശെ തീർക്കാമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു മടിയോ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് തോന്നത്തില്ല. എല്ലാം കലക്കി റെഡിയാക്കി വെച്ചിരിക്കുക. ഉരുളി തീ ഒന്ന് കത്തിച്ചാൽ മതി. ഇനി ഒരെണ്ണത്തിൻ്റെ അകത്തൂടെ കലക്കണം. അടുപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെയോ? അടിക്കട്ടെ, പിന്നെ എടുക്കാം. എന്താ ഇടിച്ച് പിഴിഞ്ഞ നീരിക്കൽ. അപ്പോൾ ഇതാ എല്ലാം കലക്കി റെഡിയാക്കി 9 മണിക്ക് മുമ്പ് നമ്മുടെ ലേഹ്യത്തിൻ്റെ കൂട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ശതാവേലി കിഴങ്ങ്, പിന്നെ ഇടിച്ച് പിഴിഞ്ഞ നീര്, ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി. ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒത്തിരി മരുന്നുകളുണ്ട്. നമ്മൾ എല്ലാം പറഞ്ഞാലും ഒരു വീഡിയോയിലൊന്നും തീരത്തില്ല. അതുമാതിരി മരുന്നുകൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. കാരണം സാധാരണ 30 32 മരുന്ന് ചേർക്കുന്നിടത്താണ് നമ്മൾ ഇത്രമാത്രം മരുന്നുകളുടെ ഒരു കൂട്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പരിപാടിയല്ല. എത്രയോ തലമുറകളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മരുന്ന് കൂട്ടാണ്. ഇപ്പോൾ ഇത് നമ്മൾ കേരളത്തിനകത്തും പുറത്തും കൊറിയർ ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ പിള്ളേർക്കെല്ലാം സ്കൂൾ തുറന്നില്ലേ അവിടെ? അതെ, അതിനി ഇങ്ങോട്ട് വരാറാകുമ്പോഴത്തേക്കേ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈനായിട്ടേ അവിടെ തന്നെ ഇതാവുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒഴിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ഒഴിച്ചോ. ഇല്ല, ഉണ്ട്, വരുന്നു. ഇനി ഇത് തീ കൂട്ടിയും കുറച്ചും ചില സമയങ്ങളിൽ ഓരോ പാകങ്ങളുണ്ട്. ആ സമയങ്ങളിലെല്ലാം തീ കൂട്ടണം, തീ കുറയ്ക്കണം. അതിനുശേഷം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറെങ്കിലും എടുക്കും. ഇതെല്ലാം പാകമായതിന് ശേഷമാണ് നമ്മളിതിൽ നിന്നും കോരിയെടുക്കുന്നത്. അപ്പം ഈ ഒരു 3-3.5 മണിക്കൂറത്തെ ഇളക്കെന്ന് പറഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എവിടെയെങ്കിലും ഒരു അല്പം തീ കൂടുതലാണെങ്കിൽ അപ്പോഴും തന്നെ അതങ്ങ് മാറ്റണം. അതിന് ഒത്തിരി പണിയുണ്ട്. ആ പാൽക്കായം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പാൽക്കായം ചെറിയ പിച്ചി അങ്ങോട്ട് നുള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്ക്, അതിനാണ് വെളുത്തുള്ളിയും പാൽക്കായവും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. പത്രം തഴപ്പോലെ പിടിക്കാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടോ. കോലരക്കിൻ്റെ കളറാണ് എൻ്റെ കയ്യിൽ, കണ്ടോ. കോലരക്ക് കിഴികെട്ടി തിളപ്പിച്ചതിന് ശേഷം കിഴി അതിൽ നിന്ന് ഇഞ്ഞെടുത്ത് നമ്മൾ ആ തുണി അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അപ്പോൾ അതങ്ങ് എന്താ പറയുന്നത്, നല്ല മാവ് പോലെ, നമ്മൾ ഗോതമ്പ് മാവൊക്കെ അയച്ച് വെച്ചേക്കത്തില്ലേ, അതുപോലെ. അപ്പോൾ അതിൽ ഞാൻ കയ്യൊന്ന് തൊട്ടതാണ്, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. അതങ്ങനെ കിടന്നങ്ങ് മെൽറ്റ് ആയിക്കോളും. വെളുത്തുള്ളി അരച്ചത് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല നൈസായിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്, തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് പോലെ. നമ്മുടെ പാൽക്കായം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വേണ്ടതാ വെളുത്തുള്ളി അരച്ച്. ഒഴിക്കും. ഭയങ്കര വെട്ടമാ.
ആണ് അതിൻ്റെ കറക്റ്റ്. ശരിക്കും നമ്മുടെ കേക്ക് ഇല്ലയോ, മാർബിൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഡിസൈൻ. അങ്ങനെ ഒന്നനങ്ങാതെ നിന്നേ ഒരു ഓക്കെ. രാവിലെ ജോലി ഉള്ളത് കൊണ്ട് ഇന്ന് പെട്ടെന്ന് നമ്മൾ ദോശയാക്കി. കണ്ട, ദോശയും ചമ്മന്തി. ഞാനും കൂടെ കഴിക്കാം, അതേ സമയം പോയി. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്, അതും കൂടെ മിക്സ് ചെയ്യും. ഞാനും അങ്ങ് കഴിക്കുക. കാരണം ലേഹ്യം കോരാനും എടുക്കാനും ഒക്കെ പോയാൽ കഴിപ്പ് നടക്കത്തില്ല. അപ്പോൾ എന്താ കോലരക്കിൻ്റെ കളറായി കൈ നിറച്ച്, അതങ്ങ് പോകും. ഫാനിൻ്റെ സൗണ്ടാണ് ഈ ഉമ്മെന്ന് കേൾക്കുന്നത് കേട്ടോ. നമ്മൾ ഫാൻ ഇട്ടിട്ട് സംസാരിച്ചാൽ ഭയങ്കര സൗണ്ടല്ലേ. ഏട്ടക്കൂരി എന്താന്ന് കാണിച്ചാൽ അതിലൊരു കണ്ട പുള്ളിയുള്ള ഈ കൂരി ഉണ്ടല്ലോ, നമ്മുടെ കണ്ടത്തിന്ന് ആറ്റിന്ന് കിട്ടുന്ന, ആറ്റില് മട മുറിച്ച് വെക്കും കൃഷി കഴിയുന്ന ഉടനെ. അപ്പം അവിടുന്ന് കിട്ടുന്നതാ. നമ്മുടെ ഉമ്മമോളിതേ പുറത്തവിടെ അവർ ലേഹ്യം റെഡിയാക്കുന്നുണ്ട്. വെളിയിൽ ഇറങ്ങി പോയി വെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇരുന്ന് നമ്മൾ ചെയ്യുമോ. തീ കുറവാണോ? തീയൊക്കെ ഉണ്ട്, ആവശ്യത്തിനുണ്ട്. മതി മതി മതി. നമ്മൾ നേരത്തെ ഇന്ന് തുടങ്ങിയല്ലോ, നേരത്തെ. കാരണം ഞാൻ രാവിലെ 6 മണിക്ക് ഇരുന്നതാ. 7 മണിയായപ്പോൾ 7:30 ആയപ്പോഴേ, എത്ര മണിയായി? 7 ആയോടി ഉമ്മക്കുട്ടി വന്നപ്പോൾ? 7 മണി കഴിഞ്ഞപ്പോൾ അവളെത്തി. ഞാൻ 6 മണിയായപ്പോൾ തുടങ്ങിയതായിരുന്നു. പിന്നെ അവളും കൂടെ വന്ന് വേഗം കാര്യങ്ങൾ എനിക്കറിയാം. കാരണം നമ്മൾ വെയിലിന് മുമ്പ് ഇത് ചെയ്താലേ ഒരു 12 എല്ലാവരായ ഒരു 12-12:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര. എത്ര സമയം കൊണ്ടാണ് ഇത് കലക്കി എടുക്കുന്നത്, എത്ര സമയം കൊണ്ടാണ് ഇത് റെഡിയായി വരുന്നത്. കുറുകി റെഡിയായി കിട്ടണമെങ്കിൽ അച്ചാന് ആ തണുത്ത വെള്ളം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മക്കുട്ടി രാവിലെ കപ്പ ഞാൻ പറഞ്ഞില്ലേ, ചീകി അരിഞ്ഞ, അത് വേവാത്ത കപ്പ, നമ്മുടെ തറക്കപ്പയുണ്ടല്ലോ, അതാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ ചീകി അരിയും. അന്നേരം നല്ല രുചിയാണ്, നല്ല രുചിയുള്ള കപ്പയാണ്. മഞ്ഞക്കൂരിയാണ്, അത് ഉരിച്ച് കുരുമുളകും ഉലുവായും ഒക്കെ വറുത്ത് ചേർത്തിട്ട് കറി വെക്കും. അത് തന്നെ. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, രായ മുണ്ടൊക്കെ അടിച്ചിട്ടോ. ഒരിച്ചിരി മുന്നോട്ട് പോയ വാണിയപ്പരയിൽ അടുത്താ. വാണിയപ്പര വീടറിയോ? ആ, വാണിയപ്പര അടുത്താ. നല്ല പുക. പൊട്ടിത്തുടങ്ങി. എപ്പോഴേ തുടങ്ങി. നമ്മുടെ രായൻ തേണ്ട ബഹുമാന പുരസരമാണ് നിൽക്കുന്നത്. അച്ഛൻ പിന്നെ പാൻ്റ് ആയത് കൊണ്ട് കുഴപ്പമില്ല. എനിക്ക് വയ്യ. മൈക്ക് ലൂക്കിന് കൈമാറി.
നല്ല ചൂടുണ്ട്. വിറകിൻ്റെ ചൂട് നല്ല വാർപ്പിൻ്റെ അടിയിലോട്ട് നല്ല അതെ. നിങ്ങളുടെ മുഖത്തോട്ട് വീഴല്ലേ, നല്ലതായിട്ട് പൊട്ടുന്നുണ്ട്. അതെ, ഏട്ടക്കൂരി ഉരിച്ച് റെഡിയാക്കി കഴുകി കൊണ്ട് വെച്ചിരിക്കുക. നമ്മൾ തലയൊന്നും വിടമാട്ടെ. ഈ ഏട്ടയുടെ തലയാണ് താരം, അറിയാവോ? ഇവര് ഇവിടുന്ന് അങ്ങോട്ട് ഉരിച്ചെടുക്കും. വെട്ടി കഴുകിയൊക്കെ കൊണ്ട് വെച്ചിരിക്കുക. കറി വെക്കാൻ പോവുക, മുളകിട്ട് കറി വെക്കാൻ പോവുക. അതിൻ്റെ പരിഞ്ഞിൽ കണ്ടോ, പരു കണ്ട, ഇതാണാണേ, കണ്ട, ഇത് പെണ്ണിന്. ഇത് നമുക്ക് പോയിരിക്കാം, കണ്ട. അതല്ലോ, വേണോ? ഇച്ചിരി കൂടെ തരട്ടെ, വേണോ? അരമണിക്കൂറും കൂടെ വേണോ? ഇല്ലേ? വേണ്ടി വരും. ആഹാ, ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. നമ്മൾ വിചാരിക്കും, ഇതിപ്പോ കാണുമ്പോ വിചാരിക്കും ലേക്ക് ആയില്ല, ആയിട്ട്. നല്ല മുട്ടം കോവയ്ക്ക, എന്താ കോവയ്ക്കയുടെ നീളം കണ്ടോ? ഒരു വിരലിനേക്കായി ഉണ്ട് കേട്ടോ. എൻ്റെ വിരൽ ഇതിൻ്റെ പകുതിയേ ഉള്ളൂ. എല്ലാം അത് തന്നെ. കോവയ്ക്ക കുറച്ചെല്ലാം എടുത്തുള്ളൂ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യണം ഇത് കേട്ടോ. നല്ല അടിപൊളിയാ കോവയ്ക്ക ഫ്രൈ. നമുക്കിതിപ്പം മെഴുക്ക് വരട്ടാൻ നമ്മളിത് ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചത് താളിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഉലുവായി ഇച്ചിരി ഒന്ന് പൊരിക്കരേ. അല്ല, 5 മിനിറ്റ് കൂടെ വേണം അല്ലേ? ഇപ്പോഴാ അത് കറക്റ്റ് ആയത്. അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് ഒന്ന് ദേ പോയി ഇതാ വന്ന് ഒതിച്ചിരി കോരിക്കേ. മറ്റേതേ വെളിച്ചം കൊണ്ട് ശകലം കൂടെ വരണം അല്ലേ? ഒരു 5 മിനിറ്റും കൂടെ. ഓക്കെ. അങ്ങനെ നമ്മുടെ ലേഹ്യം എന്താ പാകമായി. വെള്ളത്തിൻ്റെ അംശം മൊത്തം പൊട്ടി അങ്ങനെ പോവുകയാണ് കുട്ടികളെ, പോവുകയാണ്. സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് ഇക്ക ഇവിടെ ഉണ്ടോ? ഇച്ചിരി കൂടെ വരട്ടെ, ശകലം കൂടെ മുറിഞ്ഞ് വീഴണം, ഇച്ചിരി കൂടെ. ഒരു 5 മിനിറ്റും കൂടെ ഇരുന്നോട്ടെ. പാത്രങ്ങളെല്ലാം എന്താ കഴുകി വെയിലത്ത് ഉണക്കുകയാണ്. കോരാനൊക്കെ ആയി വരുന്നുണ്ട്. കരിക്ക് തീരെ മുട്ട കരിക്കാണോ? അപ്പത്തിനരയ്ക്കാം, ഇത് അപ്പത്തിനരയ്ക്കാം. മറ്റേത് വേണേ ഇപ്പൊ അവരത് കഴിച്ച് ഇത് കുടിച്ചു കഴിഞ്ഞാൽ കഷ്ടം. അതുങ്ങൾക്ക് പിന്നെ ചോറ് തിന്നാൻ പറ്റത്തില്ല. അടുപ്പിലെ തീ മൊത്തം നമ്മൾ മാറ്റി, കാരണം കറക്റ്റിന് ആയിട്ടുണ്ട്. ഇറക്കാൻ പോവാ. ഇറക്കാം. എൻ്റെ അനുഗ്രഹം. ഇളക്കച്ച പേടിക്കണ്ട, കാരണം പാകത്തിനായതുകൊണ്ട് നമ്മൾ ധൃതി പിടിക്കുവേ വേണ്ട. കറക്റ്റാണ്. ഒരിച്ചിരിയാ കോരിക്കരേ, ഒരിച്ചിരി ഒന്ന് കാണിച്ചു വെച്ചാ നോക്കട്ടെ. കറക്റ്റ്. ഇനി ഇരുന്നങ്ങ് ഒന്നുകൂടെ അങ്ങ് മുറുകുമല്ലോ. യാ കറക്റ്റ്. മതി, പാകവാ. ഇടിച്ചോ? ഒരു നോട്ടവുമില്ലാതാ ഈ രായന്. കാലിങ്ങോട്ട് മാറ്റി വെച്ചിരി എങ്ങാനും തൊടയിലോട്ട് വീണാലേ. ആണോ? തീർച്ചു എനിക്ക് വയ്യ. അയ്യോ. ജീരകം, കരിഞ്ജീരകം, പെരിഞ്ജീരകം, കൊത്തമല്ലി, ഏലത്തരി, കാർഗോലരി, വിശാലരി, കുടകപ്പാലരി, അയമോദകം, ആശാളി, അതിമധുരം, അതിവിടയം, അതിതാരം, അമുക്കുരം, അത്തിക്കറുക,
തൃപ്പലി ചുക്കുമുളക്, പിന്നെ തേറ്റാമ്പരല്, അങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. കുഴയ്ക്കുന്ന മെഷീനൊക്കെ ഉണ്ട്. ഇത് കണ്ട ലാസ്റ്റത്തെ നമ്മുടെ ചട്ടിക്കകത്ത് നിന്ന് വടിച്ചെടുക്കുന്നത് ഇങ്ങനെയാവും. കണ്ട ഇതിന് നല്ല ടേസ്റ്റാ. അവിടെ രാസ ഇരുന്ന് ഉരുട്ടി തരുവ. കണ്ട ഇത് വെള്ളോടാണ്, വെള്ളോടിൻ്റെതാണ്, അല്ല അലൂമിനിയം അല്ല കേട്ടോ. ഇത് കണ്ടിട്ട് അയ്യോ ഇതിങ്ങനെ ഇതാക്കുന്നെന്ന് പറയണ്ട, വെള്ളോടാണ്, വെള്ളോട്. അപ്പം ഇത് ഞാൻ അങ്ങനെ ഐശ്വര്യമായിട്ട് കഴിക്കാൻ പോവാ. വേണ്ട അടുത്തതും ചായം ഉരുട്ടി തന്ന് കണ്ട. കണ്ട എൻ്റെ കൈ മൊത്തം നമ്മുടെ എന്താ പറയുന്നത്, കോലരക്ക് നമ്മൾ പാറ്റുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കയ്യിലോട്ട് അതിൻ്റെ കളറാകുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, കുയിൽ കിടന്ന് കൂവുന്നു. വന്നാൽ ഇച്ചിരി ലേഹ്യം തരാം, നടുവേദനയൊന്നും ഉണ്ടാകത്തില്ല. നമ്മളിനി ഇതെല്ലാം കൊണ്ടുപോയി വെക്കാൻ പോവാണ്. ഞാനിതിരിച്ചിരി കഴിക്കണം. ഉണ്ടോ, ചവച്ച് തിന്നാം. ഏറ്റവും ടേസ്റ്റുള്ള സംഭവമാണ് ഇങ്ങനെ എടുക്കുന്ന സാധനം കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ ഗുണം മൊത്തം ഇതിലാണ്. ഇതെല്ലാം നിങ്ങൾ ഉണ്ടോ, നമ്മൾ സ്റ്റോർ റൂമിലേക്ക് കയറ്റാൻ പോവാ. അയ്യോ എൻ്റെ പൊന്നെ, പോട്ടെ പോട്ടെ. അങ്ങോട്ട് നീക്കി വെക്ക്. മതി മതി മതി. ഒന്നാമത്തെ കൊണ്ടുവച്ചു. അത് വലിയ ഉണ്ടാവാ കേട്ടോ. 30 കിലോ കൊള്ളുന്ന പാത്രമാണത്. രണ്ടാമത്തത് വെത്തി. നമ്മുടെ ലേഹ്യക്കൂട്ട് പാത്രങ്ങളിലേക്കാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് കോരിയതാണ്. ഇതിന് നല്ല ടേസ്റ്റാണ്. ഞാൻ അതിനെന്ത് ചെയ്യുമെന്ന് അറിഞ്ഞോ, എല്ലാ കുപ്പിക്കകത്തും അതിലെ ഓരോ സ്പൂൺ ഞാൻ ഇടും. നമ്മുടെ ലേഹ്യം പാകമായി കോരി തണുക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് ഇത് 2 ദിവസം ഫുള്ള് തണുക്കണം. തണുത്തതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യുന്നതാണ്. ഇത് നേരത്തെ ബുക്ക് ചെയ്തിട്ട് ജിപേയും ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ബാച്ചും അങ്ങനെയാണ്, ഓരോ ബാച്ച് തിരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കരിക്കാണ് ഇത്. കരിക്ക് എല്ലാം ചുരണ്ടി ഇട്ട് കൊണ്ടുവന്നതാണ്. ഇതും അത് തന്നെ. ചായനും അച്ചായനും ഉമ്മക്കുട്ടിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അതിൽ ഞാൻ കുറച്ച് കാമ്പ്, നമ്മുടെ കരിക്കിൻ്റെ കാമ്പുണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കുറേ പഞ്ചസാര ഇട്ടു, 3-4 ഏലക്കായും അങ്ങോട്ട് ചതച്ചിട്ട്, ഏലക്കായാണ് ആ കളറ് കണ്ടോ. ഏലക്കായും ഇതും കൂടെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ ഈ വെള്ളവും കൂടി ഒഴിച്ച് അടിച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം. അടിപൊളിയാണ്. നല്ല ക്ഷീണത്തിന് ഇതുപോലൊരു സംഭവം ഇല്ല. ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. കുറേശ്ശെ കരിക്കും വെള്ളവും കൂടെ ഒഴിച്ചിട്ട്. ഇത് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചാൽ ഇത് അരയത്തില്ല, ചാടി ചാടി വരുവേ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. അങ്ങനെതാ നമ്മുടെ കരിക്കും വെള്ളം അടിച്ച്, അതിൻ്റെ കരിക്കും വെള്ളവും കാമ്പും കൂടി അടിച്ച് ഒഴിക്കുകയാണേ. അതിൻ്റെ കുറച്ചും കൂടെ എടുക്കാം. ഇതിലേക്ക് കുറച്ച് ചിയാ സീഡ്, അടിപൊളിയാ. ഇതങ്ങോട്ട് കുടിക്കണം മക്കളെ. ഇച്ചിരി ഐസും കൂടി ഇടാൻ പോവാം. നമ്മുടെ കരിക്ക് അടിച്ചത് ഒഴിക്കുകയാണ്. കുട്ടികളെ നക്കിയാക്കൊണ്ട് കൊടുക്കാം. നമുക്കെടുക്കട്ടെ. നമ്മുടെ കരിക്കുമായി പോകുന്ന ഉമ്മക്കുട്ടി, കുണുങ്ങി പോകുന്ന ഉമ്മക്കുട്ടിയൊക്കെ കരിക്കുമായി കുണുങ്ങി പോകുന്നു. ആണോ, വന്നില്ലേ? നീ കുടി എന്നാ. കുടിക്കാം. എനിക്കൊക്കെ കുറച്ചും കൂടെ കൊടുത്തേച്ച് ഞാൻ കുടിക്കാം. എന്നാ ചക്കര കുടി. ഇങ്ങനെ ഉണ്ട് കൊള്ളാം. അതാണ് നമ്മളെ ഇത് ഇങ്ങനെ അടിക്കണം. കരിക്ക് നന്നായിട്ട്
ആ കരിക്ക് മാത്രം ഒരിച്ചിരി പഞ്ചസാര ഏലക്കാത്തരി ഇട്ട് അടിച്ചിട്ട് പിന്നെ കരിക്കും വെള്ളം ഒഴിക്കാവും. കറക്റ്റ്, നല്ല സൂപ്പർ അല്ലേ? ഇന്ന് ചോറ് തിന്നില്ലേ, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. ഞാൻ ചോറും കൂരി കറി വെച്ചതും കപ്പ കുഴച്ചതും എല്ലാം തിന്നില്ലെങ്കിൽ ഇന്ന് റെഡിയാക്കും. നമ്മുടെ ഏട്ടക്കൂരി കറി വെച്ചതാണ് കേട്ടോ, കണ്ടതാ. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെതാ കോവയ്ക്ക മെഴുക്ക് വരട്ടി, അഴുക്ക് വരട്ടി, കോവയ്ക്ക അഴുക്ക് വരട്ടി. ഇനി ഇതേ പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഇനി പൊരിച്ചെടുക്കണം. പിന്നെ അതങ്ങനെ അങ്ങ് ആയിപ്പോയി എടുത്തപ്പം മാനുഫാക്ചറിങ്ങിലുള്ള. പിന്നെ നമ്മുടെ കപ്പയുണ്ട്. പിന്നെന്തുവാ, തൈര് വേണമെങ്കിൽ അത് കുറേ ഒഴിച്ചില്ല. പരിഞ്ഞില്, പിന്നെ നമ്മുടെ പരിഞ്ഞിലുണ്ട്, പരിഞ്ഞിലത് പൊരിക്കാം. ഓക്കെ, വേണ്ട നമ്മുടെ കൂരി കുഞ്ചേല കൂരി ഉണ്ടോ, കൂരി കറി വെച്ച്, കപ്പ, മെഴുക്ക് വരട്ടി, മീൻ പൊരിച്ചത്, അച്ചാറ്. കയറി അച്ചാ, അച്ചാൻ സാധാരണ ഇരിക്കുന്നവര് അവിടെ അതാ നോക്കിയതില്ലേ അച്ചാ. അച്ചാന്റെ സീറ്റിൽ നിന്ന് മാറ്റം കിട്ടി. എടുത്തോ ഒരു ചോറങ്ങോട്ട്, ഒരു ഉമ്മ അങ്ങോട്ട് എടുക്കടി, എടുത്തങ്ങ് വിളമ്പ്. നീ ആരെയെ കാത്ത് നിൽക്കുവാ, വിളമ്പിക്കോളൂ കുട്ടി. കപ്പയല്ലേ അച്ഛാ, കപ്പ നല്ലതാ, നല്ല സൂപ്പർ കപ്പ. കപ്പ വേണ്ടേ അച്ഛാനിച്ച്, കപ്പയും കൂടെ തിന്നു, നല്ലതാ. ഈ നമ്മുടെ പുഴമീനാന്നല്ലോ. തലയങ്ങോട്ട് പോര്, തലയെടുക്കടോ, തലയെട്. ഈ കൂരിയുടെ തലയാണ് സൂപ്പർ സ്റ്റാർ. അത് തന്നെ. ഇക്കാക്ക് ഞാൻ വേറൊരു തല, ഇക്കാക്ക് അച്ഛനങ്ങോട്ട് കറി കൊടുക്കടാ. ഒരു വേസ്റ്റ് പാത്രം എടുത്തോണ്ട് വരട്ടെ. ഇന്നലെ മോളോട് പറയുന്നു, എൻ്റെ മോളെ വാ ഇങ്ങോട്ട്, ഇഷ്ടം പോലെ കാരിയും വരാലും. ഇതേ അടച്ചു. കൂരിയുടെ തലയാണ് കൂട്ടേണ്ടത്. അച്ഛനൊരു തല വെക്കട്ടെ? തലയുണ്ട്, തരാം. എടാ ഞങ്ങളുടെ കൊണ്ടുവന്ന ആളിന് സെപ്പറേറ്റ് ഇന്ന് അച്ഛന്. അതല്ലയോ ഇഷ്ടമാ അച്ഛാ. നഞ്ഞോട്ട് കാണീരച്ചാ തല, അച്ഛാ തല. മെഴുക്കുരട്ടിയൊക്കെ എടുത്ത് കൂട്ടണേ എല്ലാരും. ചോറും കൂടെ ഇടുരായ. ഓക്കെ. ഇവിടെ കൂരിയുടെ പരിഞ്ഞില് വറുത്തതാ കിട്ടും, അതുകൊണ്ട് കൊടുത്തേച്ച് വരട്ടെ. വെളിയിലെ തടുപ്പിൽ തീ എന്തോ വിറകടുപ്പിൽ കൊണ്ട് വെച്ച്. എനിക്ക് വെട്ടാൻ പറ്റത്തില്ല എന്റെ പൊന്നെ. ഓ ഈ ആസായിക്ക് അങ്ങോട്ട് കേറുന്നില്ലല്ലോ. സൂപ്പർ കൊടുക്കാം. പരിഞ്ഞില് സഹിതം എല്ലാരും കൂടി കഴിക്കുകയാണ് കുട്ടികളെ. നല്ല അടിപൊളി കറിയല്ലേ ചാ? അമ്മേ അതെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഹൈപ്പ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ഞെക്കിയേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.